മുഹമ്മദ് ഷംസീർ വിവരവുമായി ചേരുന്നു. ഷംസീർ, എപ്പോഴാണ് പത്രികാ സമർപ്പണം, എവിടെയാണ് സമർപ്പിക്കുന്നത്? റോഡ് ഷോയായി ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി പുറപ്പെടുന്നത്. നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി ആര്യാടൻ ഷൗക്കത്തിന്റെ പോസ്റ്ററുകളും കട്ടൌട്ടുകളും UDF-ലെ വിവിധ പാർട്ടികളുടെ കൊടിവാഹനങ്ങളും എന്തിയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള റോഡ് ഷോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. UDF-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ, UDF വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ തുടങ്ങി കോൺഗ്രസിലെ നേതാക്കളുണ്ട്. മുസ്ലിം ലീഗിലെ PK ഫിറോസ് ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിന്റെ നേതാക്കളുണ്ട്. TP അഷ്റഫ് അലി ഉൾപ്പെടെയുള്ള ഹമീദ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കളുണ്ട്. അങ്ങനെ കാൽനടയായി ജ്യോതിപ്പടിയിൽ നിന്ന് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ അപ്പുറം നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ വരണാധികാരിക്ക് മുന്നിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. UDF പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക റോഡ് ഷോ അത് ആവേശകരമാക്കുകയാണ്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നമ്മോട് പ്രതികരിക്കും. വലിയ ആവേശത്തോടു കൂടിയുള്ള റോഡ് ഷോ ആണല്ലേ നടക്കുന്നത്? ഒരു കാലത്തുമില്ലാത്ത വലിയ ആവേശം UDF-ന്റെ പ്രവർത്തകരിൽ കാണുകയാണ്. ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ തിരിച്ചു പിടിക്കാനുള്ള ആവേശം. എതിരാളി ശക്തനാണ്. M സ്വരാജാണ് എതിരാളി. ആര് സ്ഥാനാർത്ഥിയായാലും തീർച്ചയായും വലിയ ആവേശമാണ്. ഈ റോഡാകെ സ്തംഭിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കാണുകയാണ്. നിരവധി പ്രവർത്തകർ, മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്, കോൺഗ്രസ് യൂത്ത് ലീഗ് KSU പ്രവർത്തകരുണ്ട്. അങ്ങനെ റോഡ് ഷോയായി ഈ ഉപതെരഞ്ഞെടുപ്പ് അതിലേറ്റവും ആവേശകരമായ ഒരു റോഡ് ഷോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഇതെന്ന പ്രത്യേകത കൂടിയുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനൽ എന്ന നിലയ്ക്ക് തന്നെ നിലമ്പൂർ സീറ്റ് തിരിച്ചു പിടിച്ച് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സർക്കാരിനെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയ്ക്ക് കൂടിയാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സന്നാഹങ്ങളും ഇറക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന വലിയ ലക്ഷ്യം UDF-ന് മുന്നിലുണ്ട്. കഴിഞ്ഞ തവണ 2700 വോട്ടുകൾക്കാണ് PV അൻവർ ഇവിടെ നിന്ന് വിജയിച്ചത്. ആ സീറ്റ് ഇക്കുറി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ സ്വാഭാവികമായും UDF-നുണ്ട്. PV അൻവറിനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഈ സീറ്റ് സുഗമമായി തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് UDF ഇപ്പോഴും പങ്കുവെക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമ്മോട് സംസാരിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പങ്കുവച്ചതും ശുഭപ്രതീക്ഷ തന്നെയാണ്. എതിരാളി ആരെന്നുള്ളത് വിഷയമേ അല്ല എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനം നമ്മുടെ ശക്തിയാണ്, കോൺഗ്രസിന്റെ ശക്തി, UDF-ന്റെ ശക്തി. അതിലൂന്നിയുള്ള പ്രചാരണ പ്രവർത്തനമാണ് നടക്കുന്നത്. എതിർചേരിയിലെ വിഷയങ്ങൾ, സ്ഥാനാർത്ഥി, ഇതൊന്നും ഇവർ സംബന്ധിച്ച്, മുന്നണിയെ സംബന്ധിച്ച് വിഷയമുള്ള കാര്യമേ അല്ല എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇപ്പോൾ സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റ് VS ജോയ്, മുസ്ലിം ലീഗ് MLA ഹമീദ് മാസ്റ്റർ, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹവും വാഹനത്തിൽ കയറിയിരിക്കുന്നു. പിന്നിൽ നിരവധി പ്രവർത്തകർ കാൽനടയായും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക്, വരണാധികാരിക്ക് മുന്നിലേക്ക് നടന്നു നീങ്ങുകയാണ്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ റാലിയിൽ പങ്കെടുക്കുന്നുവെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് UDF ത്തോളം ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്നത് കൂടിയുണ്ട്. LDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ വെന്നിക്കൊടി പാറിക്കുക, അത് LDF-ന്റെ സിറ്റിംഗ് സീറ്റ് എന്നതിലപ്പുറം UDF വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരുന്ന സീറ്റായിരുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. 29 വർഷം ആര്യാടൻ മുഹമ്മദ് അടക്കിവാണ നിലമ്പൂർ മണ്ഡലം കഴിഞ്ഞ 9 വർഷമായി LDF പിടിച്ചെടുത്തത് PV അൻവറിലൂടെയാണ്. PV അൻവർ രാജിവെച്ചൊഴിവിലേക്ക് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ UDF തിരിച്ചു വരുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ അതിന് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള ജനസഞ്ചയം കൂടി ഈ റാലിയിൽ അണിനിരക്കുന്നുവെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമായി. കാരണം